പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷത്തിലും സമൃദ്ധിയിലും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളെ റൈഡ് BNB OP BNB നെറ്റ്വർക്കിലെ റൈഡ് BNB 350 രൂപ അഥവാ 0.0045 BNB കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൽ അംഗമാകുവാനായിട്ട് വീഡിയോകൾ ഇറക്കിയപ്പോൾ പലരും പല സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർത്തി. ഇപ്പോൾ അതിനകത്ത് ഒരു അപ്ഗ്രേഡേഷൻ നടക്കുകയാണ് ജനുവരി 15 വരെ. അതിനുശേഷവും പല വ്യക്തികളും പല ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുകയുണ്ടായി. ഇനിയും അപ്ഗ്രേഡേഷൻ നടക്കുമോ, ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. സഹോദരങ്ങളെ, ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് 1.0 വേർഷനിലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 5 ലക്ഷം മെമ്പേഴ്സ് തികയാറായപ്പോൾ അവർ വീണ്ടും മൈഗ്രേറ്റ് ചെയ്തു. അപ്ഗ്രേഡേഷൻ നടന്നു. അതും ഇതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞാണ് വീണ്ടും ഓപ്പൺ ആയത്. അപ്പോൾ അതിനകത്ത് 2.0 വേർഷനായിരുന്നു. വീണ്ടും 2 വർഷം ആകാറായപ്പോൾ അവർക്ക് 10 ലക്ഷം മെമ്പേഴ്സ് അടുത്തെത്തിയപ്പോൾ വീണ്ടും അവർ മൈഗ്രേറ്റ് ചെയ്തു. കാരണം 3.0 വേർഷനിലാണ്. അതിന്ന് 5 വർഷം പിന്നിട്ടിട്ടും അതിപ്പോഴുമുണ്ട് കമ്പനി. ഞാനതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം കിട്ടുന്നുണ്ട്. 5 വർഷം ആയതുകൊണ്ടാണ് ഇനി ആരോടും അത് ഞാൻ പറയാത്തത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ പല വ്യക്തികളും ചോദിച്ചു, ഈ 2.0 വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു ഇൻ്റർനെറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ എപ്പോഴും അവർക്ക് 1.0 വേർഷനിൽ മാത്രമേ ആരംഭിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഏകദേശം 5 ലക്ഷം മെമ്പേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒന്നിൽ അവർ കമ്പനി ക്ലോസ് ചെയ്യും. അതുകൊണ്ട് 5 ലക്ഷം മെമ്പേഴ്സ് തികയുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് പോകുന്ന കമ്പനികളാണെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്യും. അത് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ 1.0 നിന്ന് 2.0 വേർഷനിലേക്കാണ് മാറുന്നത്. ഇനിയും സഹോദരങ്ങളെ, ഇത് ജനുവരി 15 വരെ അപ്ഗ്രേഡേഷനാണ്. ജനുവരി 15 അകത്ത് അവർ കംപ്ലീറ്റ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോൾ വീണ്ടും 5 ലക്ഷം മെമ്പേഴ്സ് തികയുന്നതിന് മുൻപ്, അതായത് 10 ലക്ഷം മെമ്പേഴ്സ് തികയുന്നതിന് മുമ്പ് അവർ വീണ്ടും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും മൈഗ്രേഷൻ നടക്കും. അപ്പോൾ അത് 3.0 വേർഷനിലേക്കായിരിക്കും മൈഗ്രേഷൻ നടക്കുക. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു റൂളാണ്. 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഡയറക്റ്റ് 5-ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുകയില്ല. 2-ാം ക്ലാസ്സിലേ പോകാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് ഇൻ്റർനെറ്റ് ബിസിനസ്സിലും. സോണിൽ ഞാനിത് പറയുന്നത്, പല വ്യക്തികളും സംശയങ്ങളൊക്കെ ചോദിച്ചു. ഇനി എപ്പോഴാണ് കമ്പനി പൂട്ടുക അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ചില കള്ളന്മാർ തലപ്പത്ത് കയറിയിരുന്നാൽ, പണക്കുതിയന്മാർ കയറിയാൽ ചിലപ്പോൾ കമ്പനി പൂട്ടിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ മൈഗ്രേഷൻ നടക്കുന്നത് 2.0 വേർഷനിലേക്കാണ്. ഇനി അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ, അത് ഞാൻ ആദ്യം പറഞ്ഞ കമ്പനിയിൽ 2 വർഷം കഴിഞ്ഞ് എന്തുകൊണ്ട് മൈഗ്രേഷൻ നടന്നു എന്ന് ചോദിച്ചാൽ, 2 വർഷമായപ്പോഴാണ് അവർക്ക് 5 ലക്ഷം മെമ്പേഴ്സ് ആയത്. എന്നാൽ റൈഡ് BNBയിൽ 4 മാസം കൊണ്ട് തന്നെ 4,70,000 പേര് കവിഞ്ഞു. അതുകൊണ്ട് അവർ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തന്നെ 5 ലക്ഷം തികയുന്നതിന് മുമ്പേ മൈഗ്രേഷൻ വെച്ചത്. മൈഗ്രേഷൻ വെച്ച് 2.0 വേർഷനിലേക്ക് കയറും. ഇനി അത് കയറി ജനുവരി 15 മുതൽ ഇനി വീണ്ടും 5 ലക്ഷം തികയുന്നതിന് മുൻപും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും മൈഗ്രേഷൻ നടക്കും. അതാണ് ഇൻ്റർനെറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. Web3 അങ്ങനെ റൂളുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മൈഗ്രേഷൻ നടക്കുന്നതുകൊണ്ട് ഇത് മൊത്തം കള്ളത്തരമാണെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഓക്കെ സാറേ, ഇതുപോലെ മറ്റൊരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഞാൻ വീഡിയോ ഇറക്കിയിട്ടില്ല. കാരണം അതിനകത്ത് 5,000 രൂപയാകും. നമുക്ക് 58 USDT TRC20. അതിനകത്തും നല്ല വരുമാനമാണ്. അത് എല്ലാ ദിവസവും വരുമാനം വരുന്നില്ല. എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും പ്രോഫിറ്റ് ഞായറാഴ്ചയാണ് കയറുന്നത്. എല്ലാ ബുധനാഴ്ചകളിലുമാണ് വിഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ റൂളുകൾ വേറെയാണ്. അതും ഇതുപോലെ 3 പേര് 4 പേരെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനമാണ്. ഇന്ന് ലോകത്തിൽ തന്നെ കിട്ടുന്ന ഇൻ്റർനെറ്റ് ബിസിനസ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനമാണ് അതിൽ 5,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. 5,000 അല്ലെങ്കിൽ 58 USDT ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 പേരെ അല്ലെങ്കിൽ 4 പേരെയെങ്കിലും മിനിമം ജോയിൻ ചെയ്യാം. എത്ര പേരെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കാം. അതനുസരിച്ച് നമുക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനത് വീഡിയോ ഇറക്കാത്തത്, ഇതിനു മുൻപ് ചില വീഡിയോ, ഒന്ന് ജാ ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴും വീഡിയോ ഇറക്കുമ്പോൾ BNB ഇറക്കിയപ്പോൾ പലരും ചോദിക്കുന്നത്, നിങ്ങൾ ഇറക്കിയ വീഡിയോ ജാ ലൈഫ് സ്റ്റൈൽ എന്ത് പറ്റി, MDFക്ക് എന്ത് പറ്റി എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള വീഡിയോ ഞാൻ ഇറക്കാറുമില്ല. BNBയും ഞാൻ പിന്നീടാണ് ഇറക്കിയത്. കാരണം ഈ 350 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 0.0045 BNB, അതിന് വേരിയേഷനാണ്. BNBക്ക് വില കൂടിയും കുറഞ്ഞും വരുന്നതനുസരിച്ച് ഇതിനകത്തും എമൗണ്ടുകൾ കൂടും. നമ്മൾ BNB ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഞാനൊരു ആവറേജ് എമൗണ്ടാണ് 350 രൂപ പറഞ്ഞത്. ചിലപ്പോൾ 330 ആകും, ചിലപ്പോൾ 300 രൂപ ആകും, ചിലപ്പം കഴിഞ്ഞ മാസം 270 രൂപയായിരുന്നു. അത് BNBയുടെ റേറ്റ് അനുസരിച്ച് മാറും. ഞാൻ ആവറേജ് 350 രൂപ പറയുന്നു. കാരണം അതിനകത്ത് ചില ഗ്യാസ് ഫീസുകൾ ചിലപ്പോൾ കുറവും കൂടുതലുമൊക്കെ വരും.
ഓക്കെ, ഈ ചെറിയ എമൗണ്ട് പോലും ഇട്ടും കൊണ്ട് ഈ 350 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് 4 മാസം കൊണ്ട് 4 കോടി സമ്പാദിച്ചവരും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. 4 മാസം കൊണ്ട് 30 ലക്ഷം സമ്പാദിച്ചവർ ഇന്ത്യയിലുണ്ട്. 4 മാസം കൊണ്ട് 3 ലക്ഷം സമ്പാദിച്ചവരും 1 ലക്ഷം സമ്പാദിച്ചവരും ഒക്കെ ഇന്ത്യയിലുണ്ട്. 4 മാസം കൊണ്ട് ഒന്നും സമ്പാദിക്കാത്തവരും ഇന്ത്യയിലുണ്ട്. കാരണം 350 രൂപ രജിസ്റ്റർ ചെയ്തിട്ട് ചുമ്മാ ഇരുന്നാൽ 5 പൈസ പോലും വരുമാനം കിട്ടില്ല. ഇതിൽ നമ്മൾ മിനിമം 2 പേരെ കമ്പൽസറി ആയിട്ട് റെഫർ ചെയ്യണം. കമ്പൽസറി ആയിട്ട് റെഫർ ചെയ്യണം. ഒരു വ്യക്തി അവരുടെ അക്കൗണ്ടിൽ തന്നെ 2 അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്തു, എന്നിട്ട് പിന്നെ ആരെയും ജോയിൻ ചെയ്തിട്ടില്ല, അവർക്ക് വരുമാനം വരില്ല. കാരണം ഓരോ അക്കൗണ്ടിലും 2 അക്കൗണ്ട്സുകൾ കമ്പൽസറിയാണ്, 2 റെഫറൽ കമ്പൽസറിയാണ്. ആ 2 പേര് 4 പേരെ കയറ്റും, 4 പേര് 8 പേരെ കയറ്റും, 8 പേര് 16, 16 32 പിന്നെ 128 അങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് നല്ല വരുമാനങ്ങൾ വരും. ഇതിൽ 12 ലെവലുകൾ വരെ ആയിരുന്നു ആദ്യം വരുമാനം, ഇപ്പോൾ 15 ലെവലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ 2.0 വേർഷനിൽ 15 ലെവൽ വരെ വരുമാനമാക്കിയിട്ടുണ്ട്. അതിൽ 10 മുതൽ 15 ലെവൽ വരെ റോയൽറ്റിയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ PDF-ൽ. അപ്പോൾ സൗറളെ, നിങ്ങൾ ഇന്ന് 10 പേരെങ്കിലും റെഫർ ചെയ്യുകയാണ് എങ്കിൽ BNB OPBNBയിൽ നമുക്ക് ഇന്നത്തെ അല്ല, നാളെ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ 1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം, നമുക്ക് റോയൽറ്റിയൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ അത് നല്ല ഒരു എമൗണ്ടാണ്. അത് ഓർത്തുകൊള്ളുക. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു തെങ്ങും തൈ നടുമ്പോൾ നമുക്ക് അതിനകത്ത് വരുമാനമൊന്നും കിട്ടത്തില്ല. അത് വളർന്നു വരുമ്പോൾ പിന്നീട് എത്ര തേങ്ങ കിട്ടുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഒരു മാവും തൈ നടുമ്പോൾ അതെത്ര മാങ്ങ തരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിലും ഒന്നും കിട്ടുകയില്ല. ഇതുപോലെയാണ് സൗറ, ഇതുപോലെ ഇൻ്റർനെറ്റ് ബിസിനസ്സിലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കഥയൊന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് ചില നഷ്ടപ്പെടലുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു 10ഓളം ഷോർട്ട് ഇൻ്റർനെറ്റ് പ്ലാൻ ബിസിനസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നു വാട്സപ്പ് മെസ്സേജുകളിൽ. ആ 30 എണ്ണത്തിൽ 3 എണ്ണം തട്ടിപ്പായിരുന്നു. ചില വ്യക്തികൾ തട്ടിപ്പുള്ള 3 എണ്ണത്തിൽ മാത്രമേ കയറിയിട്ടുള്ളൂ, ബാക്കി 27 നല്ല പ്രോഫിറ്റായിരുന്നു. ഓക്കെ നമ്മളെ, അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ തട്ടിപ്പും വെട്ടിപ്പുകളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ 4 വർഷമായി ഇപ്പോൾ അവിടെ പറയുന്നത് 10 യൂറോ ഡിപ്പോസിറ്റ് ആണ്. പലരും എന്നെ വിളിച്ചു, ഞാൻ പറയില്ല, കാരണം ഇതുവരെ വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. ഒരു വ്യക്തി 10 യൂറോ ഡിപ്പോസിറ്റ് ചെയ്തു, ആരോടും ചോദിച്ചില്ല, എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് വരുമാനം വരാത്തത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആരോടും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ 10 യൂറോ വീണ്ടും കൊണ്ട് ലൈഫ് സ്റ്റൈലിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി MDF-ൽ കയറി 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എങ്ങനെ 2 ലക്ഷം നഷ്ടപ്പെട്ടെ? MDF-ൽ ഞാൻ ജോയിൻ ചെയ്തതും എല്ലാ ലീഡേഴ്സും CEO ആയി മാറിയ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സായി മാറിയ എല്ലാ സീനിയേഴ്സും $26 വീതമാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. 2600 രൂപ. ഞാൻ ഉൾപ്പെടെ ഇട്ട് 2600 രൂപയാണ്. ഈ പറയപ്പെട്ട വ്യക്തി കമ്പനി പൂട്ടുന്നതിന് 4 ദിവസം മുമ്പ് 2 ലക്ഷം കൊണ്ട് ഡിപ്പോസിറ്റ്. ഇതിനെ പറയും അത്യാഗ്രഹം എന്ന് പറയും. അത്യാഗ്രഹമെന്നോ പണക്കൊതി എന്നോ ഒക്കെ പറയും. അതിന് നമ്മൾ മറ്റാരും ഉത്തരവാദികളല്ല. ഓക്കെ, ഈ റൈഡ് BNBയിൽ 380 രൂപ മാത്രമാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ കമ്പനി പറയുന്നത്, ഞാനും പറയുന്നത്. അപ്പോൾ അതിൽ ശേഷം 2 പേരെ മസ്റ്റായിട്ട് റെഫറൽ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് പതുക്കെ വരുമാനം വരുള്ളൂ. 4-മത്തെയോ 5-മത്തെയോ ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് വരുമാനം തുച്ഛമാണ്. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അതിനുശേഷം വരുന്നതെല്ലാം വലിയ എമൗണ്ടുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് 4 മാസം കൊണ്ട് 4 കോടി വിഡ്രോ ചെയ്തവരും 30 ലക്ഷം വിഡ്രോ ചെയ്തവരുമൊക്കെ ഈ ലോകത്തിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നാളെ മുതൽ വരുമാനം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ മറ്റൊരു ഇൻ്റർനെറ്റ് ബിസിനസ്. അതിൽ 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ വരുമാനമൊന്നും വരില്ല. എല്ലാ ഞായറാഴ്ചകളിലും അതിൽ പ്രോഫിറ്റ് ആഡാവും. എല്ലാ ബുധനാഴ്ചകളിലുമാണ് വിഡ്രോൾ. പക്ഷേ ആദ്യത്തെ 2-3 മാസങ്ങളൊന്നും വിഡ്രോ ചെയ്യരുത്. അതിൻ്റെ റൂൾ അങ്ങനെയാണ്. അതെല്ലാം ക്യുമുലേറ്റീവായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഒരു വർഷം കഴിഞ്ഞ് നല്ല എമൗണ്ടുകൾ എല്ലാ ആഴ്ചയിലും വിഡ്രോ ചെയ്യുന്നവരുണ്ട്. 10,000-ങ്ങളും 50,000-ഉം ഒക്കെ എല്ലാ ആഴ്ചകളിലും വിഡ്രോ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതിനും ഈ 5000 രൂപ മാത്രം ഡിപ്പോസിറ്റ് ചെയ്തവരാണ്. ഇത് ഞാൻ വീഡിയോ ഇറക്കിയിട്ടില്ല, കാരണം പലരും നെഗറ്റീവ് കമൻറ്റ് പറയുന്നത് കൊണ്ടും എൻ്റെ ആദ്യം കമൻറ്റിൽ കയറിക്കൊണ്ട് ദൈവവചനം പറഞ്ഞിട്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന സാത്താൻ എന്നൊക്കെ കമൻറ്റിൽ കമൻ്റ് അടിച്ച ഒരുപാട് മാന്യന്മാരുണ്ട്. അവരൊന്നും ഈ ഇൻ്റർനെറ്റ് ബിസിനസ് കയറിയവരല്ല. കാരണം അവരുടെ പേരുകൾ നൗഷാദ് അലി, മുഹമ്മദ് അലി, ഷഫീഖ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഏത് മതവിശ്വാസികളുടെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വയ്ക്കുന്നതാണ് അവർക്ക് പ്രശ്നം. സോള, ഇത് ആരുടെയും പ്രശ്നത്തിന് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, അതിനെല്ലാം നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഞാൻ ഇതിനെ ഒന്നിനെയും എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ വിശ്വാസി ആയതുകൊണ്ടും ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതും അത് യേശുക്രിസ്തു മാത്രമാണ് എന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തി
വ്യക്തിയും ഇന്നുവരെ അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടത് യേശുക്രിസ്തു മാത്രമാണ്. ഞാനും പിതാവും ഒന്നാണെന്നും അവകാശപ്പെട്ടത് യേശുക്രിസ്തു മാത്രമാണ്. ഇനി ഇസ്ലാം മതം അവരുടെ മതവിദ്വേഷവും കൊണ്ട് മറ്റുള്ളവരെ എതിർക്കുന്നുവെങ്കിലും ഓർത്തിരിക്കണം, 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച മക്ക മദീനായിൽ ആമീന അബ്ദുള്ള ദമ്പതികൾക്ക് ജനിച്ച മുഹമ്മദ് ജനിക്കുന്നതിന് മുൻപ് അള്ളാഹു എന്ന ഒരു ദൈവത്തെ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ല. അദ്ദേഹം ഖുറേഷി ഗോത്രത്തിൻ്റെ തലവനും 3 പെൺകുട്ടികളുടെ ഉപ്പായുമായിരുന്നു. അതാണ് ചരിത്രം. ഓക്കെ, അതിൻ്റെ പിന്നിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വ്യക്തികളോടോ ഒരു മുസ്ലിം മതവിശ്വാസികളോടോ ഒന്നും എനിക്ക് യാതൊരുവിധ വിദ്വേഷമോ പകയോ ഇല്ല. കാരണം അവർക്ക് അറിവില്ല. മുഹമ്മദ് എന്ന വ്യക്തി AD 571 മക്ക മദീനായിൽ ജനിക്കുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ പേരോ അല്ലോ അള്ളാഹു എന്ന മനുഷ്യൻ 3 പെൺകുട്ടികളുടെ ഉപ്പ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്നോ. ദൈവത്തിൻ്റെതായ യാതൊരു കാര്യവും അദ്ദേഹം പ്രവർത്തിച്ചതായിട്ടുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, എൻ്റെ ഈ കമൻറ്റിൽ കയറി ഈ ദൈവവചനം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന സാത്താൻ എന്നൊക്കെ കമൻറ്റ് പറഞ്ഞ നമ്മുടെ സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് യാതൊരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ സത്യമറിയുക. യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരെ ദൈവമായി കണ്ടിട്ട്, ഏതെങ്കിലും കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ദൈവമായി കണ്ടിട്ട് മറ്റുള്ളവരെ എതിർക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ സത്യം അറിയുവാൻ ആഗ്രഹിക്കുക. സത്യം അറിയുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. ഓക്കെ, ഈ പറയപ്പെട്ട വ്യക്തികൾ ആരും ഇൻ്റർനെറ്റ് ബിസിനസ്സുകളിലോ ഞാനിട്ട വീഡിയോയിൽ കണ്ട ഒരു ഇൻ്റർനെറ്റ് ബിസിനസ് കയറിയവരല്ല. അവർ ജാതിയും മതവുംൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ കുറേ കമൻറ്റുകൾ ഇടുന്നു. അത് ഇടുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഓക്കെ സഹോദരങ്ങളെ, അപ്പോൾ ഇതുപോലെ പല ഇൻ്റർനെറ്റ് ബിസിനസ്സുകളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട്. അതിനകത്ത് തലപ്പത്ത് കയറി വരുന്ന ചില കള്ളന്മാരാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൈഡ് BNB ജനുവരി 15 ഓപ്പൺ ആകും. അതിനു മുൻപ് തന്നെ അതിൻ്റെ PDF 2.0 വേർഷനിലെ PDF-ഉം അതിൻ്റെ റോയൽറ്റി ഇൻകങ്ങളും മറ്റ് ലെവൽ ഇൻകങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ കൂടെയുള്ളവർക്ക് ഞാൻ വാട്സപ്പിൽ അതിൻ്റെ PDF കിട്ടി, ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു വരുമാനമാണ്. അതിൽ 3-4 പേരെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ തുച്ഛമായ വരുമാനം വരും. അതിനുശേഷം 1 വർഷം മുതൽ പിന്നീട് 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റൂൾ അനുസരിച്ച് ഇതൊരിക്കലും നിന്നു പോകുന്ന കമ്പനിയല്ല. ഇന്നത്തെ റൂൾ അനുസരിച്ച് അത് നിന്നു പോയില്ല. കാരണം അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. ഓക്കെ സഹോദരങ്ങളെ, അത് ഒരു പണസമ്പാദനമല്ല. അതിനകത്ത് നമുക്ക് വരുന്ന വരുമാനങ്ങളുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഈ 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ വീഡിയോ ഞാൻ ഇറക്കാത്തത് പല വ്യക്തികളും ഇപ്രകാരം കമൻറ്റ് പറയുന്നത് കൊണ്ടും മറ്റൊരു വ്യക്തി MTF-ൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ജോയിൻ ചെയ്യുകയും അനേകരെ ജോയിൻ ചെയ്യിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അവർ പോൾ കുമ്പളം ഫേക്കാണ്, ഉടായ്പാണ്, തട്ടിപ്പാണെന്നും പറഞ്ഞൊക്കെ വീഡിയോ വരെ ഇറക്കി. അദ്ദേഹം ഇറക്കിയതിൻ്റെ കാരണം അദ്ദേഹം ജോയിൻ ചെയ്യിച്ച വ്യക്തികളുടെ പണം നഷ്ടപ്പെട്ടപ്പോൾ മറുപടി കൊടുക്കാനില്ലാത്തപ്പോൾ പോൾ കുമ്പളമാണ് അതിൻ്റെ ഉത്തരവാദി, ഞാനാണ് വീഡിയോ ഇറക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കമൻറ്റും ഇട്ടു. അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കുറേ അനാവശ്യ സംഭാഷണങ്ങളൊക്കെ അതിലൂടെ നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇപ്രകാരം എന്നേക്കാൾ മുമ്പേ ജോയിൻ ചെയ്ത വ്യക്തി ജോയിൻ ചെയ്തത് ഞാനാണ് ഉത്തരവാദി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും തട്ടിപ്പിനിരയായെന്നൊക്കെയാണ് അദ്ദേഹം വീഡിയോ വിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രകാരമുള്ള സ്വയം മുഖം രക്ഷിക്കുവാനായി മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇതിൽ നല്ലതെന്ന് കാണുന്നത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ഈ 5000 രൂപയുടേതും 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് നല്ല വരുമാനം കിട്ടുന്നതും 3-4 പേർ റെഫർ ചെയ്യുന്നതും ഇന്ന് കേരളത്തിൽ അത് 2-3 പേർ മാത്രമേ ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ 2-3 പേർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. എന്നോട് പലരും പറഞ്ഞു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പറഞ്ഞു വീഡിയോ ഇറക്കാൻ. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ ഇറക്കിയിട്ടില്ല. കാരണം പലരും നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് കൊണ്ടും ഇൻ്റർനെറ്റിൽ പല തട്ടിപ്പുകളും നടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇറക്കാഞ്ഞത്. എങ്കിലും കേരളത്തിൽ 2-3 പേരൊക്കെ ഒറ്റപ്പെട്ടവർ ചെയ്ത് നല്ല വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെയാണ്. പെട്ടെന്ന് വരുമാനം കിട്ടുകയില്ല. എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആകും. ബുധനാഴ്ചകളിലാണ് വിഡ്രോൾ വരുന്നത്. പക്ഷേ 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മൾ 3-4 പേരെ കയറ്റണമെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന ഓരോ പ്രോഫിറ്റും കുമുലേറ്റായി അതിൻ്റെ പോലും ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഇൻ്റർനെറ്റ് ബിസിനസ്സുകളുമൊക്കെ ഉണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്ന കാരണത്താൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ റൈഡ് BNBയും അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു 350 രൂപ കൊടുത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. സൗള്ള ഇതിൽ
2.0 വേർഷനാണ് നിങ്ങളെല്ലാവരും ടച്ച് ചെയ്യേണ്ടത്. കാരണം അതിന് മാത്രമേ റോയൽറ്റി കിട്ടുകയുള്ളൂ. 1.0 വേർഷനിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും റോയൽറ്റി കിട്ടില്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ റോയൽറ്റി കിട്ടിയാലും അത് ഭീമമായ നല്ലൊരു എമൗണ്ടാണ് അതിൽ കിട്ടുന്നത്, റോയൽറ്റി കിട്ടുന്നത്. ഓക്കെ, നമ്മൾ 2 പേര് റെഫർ ചെയ്തുകൊണ്ട് ചുമ്മാ ഇരുന്നാൽ മതി. 4-5 പ്രാവശ്യം നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതി. 2 പേരെങ്കിലും പുറത്തുനിന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പേര് 2, 4, 8, 16, 32, 64 ഇങ്ങനെ മുന്നോട്ട് പോയി വരുമ്പോൾ ചിലപ്പോൾ 1, 2, 3 വർഷം കഴിയുമ്പോൾ നമുക്ക് റോയൽറ്റി കിട്ടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് 2.0 വേർഷനിൽ ചെയ്തതിൻ്റെ ഗുണം എന്താണ് എന്ന്. ഓക്കെ, സോ നമ്മൾ ഇനിയും ഒരു പക്ഷേ ഇപ്പോൾ 4,70,000 പേർ കഴിഞ്ഞപ്പോഴാണ് റൈഡ് BNB 2.0 വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി മൈഗ്രേറ്റ് ചെയ്ത് ജനുവരി 15 ശേഷം വീണ്ടും അതിൽ ജോയിൻ തുടങ്ങി 10 ലക്ഷം തികയുന്നതിന് മുമ്പ് കമ്പനി മുന്നോട്ട് പോകുമെങ്കിൽ വീണ്ടും അവർ മൈഗ്രേറ്റ് ചെയ്യും, 3.0 വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എങ്കിൽ മാത്രമേ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു ബക്കറ്റിൽ എത്ര വെള്ളം നിറയ്ക്കാമോ അതല്ല കൊള്ളുള്ളൂ. 10 ലിറ്റർ കൊള്ളുന്ന കെയിനിൽ 10 ലിറ്ററെ കുറയ്ക്കാൻ പറ്റും, 20 ലിറ്റർ കൊള്ളുകയില്ല. അപ്പോൾ അവർ കെയിൻ മാറ്റണം. എങ്കിൽ മാത്രമേ 20 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കെയിനിൽ അത് 20 ലിറ്റർ കൊള്ളുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് ബിസിനസ്സിലും 1.0 വേർഷനിൽ 5 ലക്ഷം വരെ കപ്പാസിറ്റി ഉള്ളൂ. അതുപോലെ 2.0 വേർഷനിൽ 10 ലക്ഷം വരെ കപ്പാസിറ്റി ഉണ്ട്. ഇനി വീണ്ടും 10 ലക്ഷം കഴിയുമ്പോൾ വീണ്ടും 3.0 വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇൻ്റർനെറ്റ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നത് പല വ്യക്തികളുടെയും സംശയങ്ങൾ കഴിഞ്ഞ് ഇന്നലെയൊക്കെ ഒരുപാട് വ്യക്തികൾ എന്നെ വിളിച്ചു. ഓക്കെ, അതിനൊക്കെ മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ഒരുപാട് പേര് അനാഥാലയങ്ങളിലൊക്കെ ചെല്ലുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അനാഥാലയങ്ങളിൽ ചെല്ലുന്നത്? മാതാപിതാക്കളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന മക്കളുണ്ടോ? എന്തുകൊണ്ടാണ്? അവർ ജീവിക്കാൻ മറന്നുപോയി. അവരെങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. സഹോദരനെ, നമുക്ക് ഒരു നല്ല വരുമാനം നമുക്കുണ്ടായിരിക്കണം. ഒരു പക്ഷേ ഒരു 55 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആകും, ചിലപ്പോൾ പെൻഷൻ കിട്ടും, ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പെൻഷൻ തുച്ഛമായ വരുമാനമാണ്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുകയില്ല, കുടുംബത്തെ നോക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ഒരു ബിസിനസ്, സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിലൂടെ ഇപ്പോൾ നിങ്ങളൊരു 5,000 രൂപ ഞാൻ പറഞ്ഞ പുതിയ ബിസിനസ്സിൽ അല്ലെങ്കിൽ 380 രൂപ റൈഡ് BNBയിലൊക്കെ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല വരുമാനം ആരംഭിക്കും. അതിൽ നല്ല വരുമാനം. ഓക്കെ, അതിലൂടെ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് അനാഥാലയത്തിലൊന്നും പോകേണ്ടി വരത്തില്ല. മക്കൾ നിങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയുമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വിവേകപൂർവ്വം ജീവിക്കുക. നമ്മൾ വിവേകപൂർവ്വം എപ്പോഴും മക്കളെ, ഭാര്യയെ, കുടുംബം എന്നും നോക്കി ജീവിക്കാതെ നമ്മുടെ ജീവിതം കൂടെ നമ്മൾ നോക്കുക. അതുപോലെ നമ്മുടെ ആരോഗ്യം നോക്കുക, നമ്മുടെ സമ്പത്ത് നോക്കുക, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ വിവേകത്തോടെ ജീവിക്കാം, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, അത് നമ്മൾ കണ്ടെത്തുക. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ജനുവരി 15 വരെ അപ്ഡേഷനാണ് 2.0 വേർഷനിലുള്ളത്. ജനുവരി 15 ശേഷം അവർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക. സാധിക്കുന്ന ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല വരുമാനം. അത് 2 റഫറൽ മസ്റ്റാണ്. അതിനുശേഷം ചിലപ്പോൾ 2, 3, 4 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ 4 മാസം മുമ്പ് 380 രൂപ കൊടുത്ത് കയറി 4 കോടി രൂപ വിഡ്രോ ചെയ്ത വ്യക്തി, 4 കോടി, ഇന്ത്യയിൽ തന്നെ 30 ലക്ഷം വരെ വിഡ്രോ ചെയ്ത വ്യക്തികളുണ്ട്. ഒരു ദിവസം 6 ലക്ഷം രൂപ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇന്ത്യയിലുണ്ട്. ഒരു ദിവസം 6 ലക്ഷം. ഈ റൈഡ് BNBയിൽ 380 രൂപ കൊടുത്തിട്ട്, അപ്പോൾ ഇവർ ഒരു ദിവസം 6 ലക്ഷം രൂപ. ഇന്ത്യയിൽ ഏത് IAS-ഉം IPS-ഉം IFS-ഉം എടുത്താൽ പോലും ഒരു ദിവസം 6 ലക്ഷം രൂപർക്ക് വരുമാനമില്ല. അപ്പോൾ ഇതുപോലെ വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇത് പെട്ടെന്നായിരിക്കില്ല, നമുക്ക് പതുക്കെ വരികയുള്ളൂ. ഒരു മരം നട്ടാൽ പതുക്കെ വളർന്നു വരും. വളർന്നു വന്ന് അതിനൊരു സമയമുണ്ട്, അപ്പോൾ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് റൈഡ് BNBയിലും ഓരോ വ്യക്തികളും റഫർ ചെയ്ത് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. വീണ്ടും ഒരു 12 ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് 4000-ൽ പരം പേരാണ് നമ്മുടെ അണ്ടറിൽ കയറുന്നത്. അപ്പോഴത്തേക്കും നല്ല എമൗണ്ടുകൾ നമുക്ക് വരാൻ തുടങ്ങും. അത് 1-2 ദിവസം കണ്ട് സ്വപ്നം കണ്ടല്ലിരിക്കണ്ടേ. മിനിമം 2 പേരെ റഫർ ചെയ്യുക. 10 പേരെയൊക്കെ റഫർ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ PDF നോക്കുക. അവസാനം വന്നുകൊണ്ട് ഡയറക്റ്റ് 10 ക്രിയേറ്ററൊക്കെ ഉള്ളവർക്കാണ് ഈ 15-ാമത്തെ ലെവലിൽ റോയൽറ്റി കിട്ടുന്നത്. അപ്പോൾ 10 ഡയറക്റ്റ് റഫറിൽ അന്ന് വേണമെങ്കിൽ ഇന്ന് റഫർ ചെയ്തിരിക്കണം. നമ്മൾ ഇന്ന് 2 റഫറൽ മാത്രം ചെയ്താൽ ഒരു 4 വർഷം കഴിയുമ്പോൾ നമുക്ക് 10 ഡയറക്റ്റ് വരികയില്ല. അപ്പോൾ 2 കാണുകയുള്ളൂ. അപ്പോൾ ഈ റോയൽറ്റി പോലും കൂടുതൽ
കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് കുറഞ്ഞതൊരു 10 പേരെയെങ്കിലും ചെയ്യണം. നമുക്ക് വരുമാനം വരാൻ 2 പേര് മാത്രം മതി. കമ്പനിയുടെ റൂളും അത് തന്നെയാണ്. പക്ഷേ റോയൽറ്റിയിലേക്ക് കയറുമ്പോൾ നമുക്ക് അത് നോക്കുക, PDF ഫയൽ നോക്കുക, 2.0 വേർഷനിലെ PDF നോക്കുക. അതിനകത്ത് റോയൽറ്റി വരുമാനം എങ്ങനെയാണ് വരുന്നത്. അത് 10 പേരെങ്കിലും ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് 10 പേരെ ഡയറക്റ്റ് ക്രിയേറ്ററിലുണ്ടെങ്കിൽ നല്ല റോയൽറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അധ്വാനിച്ചാൽ ഒരു തെങ്ങും തൈ നടുന്നവനും വരുമാനവും 10 തെങ്ങും തൈ നടുന്നവൻ്റെ വരുമാനവും ഭാവിയിൽ വ്യത്യസ്തമാണ്. അതറിഞ്ഞിരിക്കുക. ഭാവിയിൽ വ്യത്യസ്തമാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കയറിയിട്ട് 2 പേരെ ജോയിൻ ചെയ്യിക്കുന്നതും 10 പേരെ ജോയിൻ ചെയ്യിക്കുന്നതും ഭാവിയിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ വരുന്ന വരുമാനത്തിൻ്റെ വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നാളെക്കുറിച്ച് ഒരു ഭാവിയെക്കുറിച്ച് കണ്ടിട്ട് വേണം ഇന്ന് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ വർക്ക് ചെയ്താൽ നല്ല വരുമാനമായിരിക്കും നമുക്കിതിൽ വരുന്നത്. ഇന്ന് ഇട്ടുകൊണ്ട് നാളെ കിട്ടുമെന്നൊരു ചിന്തയല്ല. അങ്ങനെ വരുന്നത് ചിലപ്പോൾ താൽക്കാലികമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. PDF കാണുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ജനുവരി 15 മുതൽ നിങ്ങൾക്ക് എത്ര പേരെ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നല്ല ലീഡേഴ്സിൻ്റെ അണ്ടറിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ താഴേക്ക് ഇതിനകത്ത് ആട്ടോ ഫില്ലിങ്ങിൽ വരും. ആട്ടോ ഫില്ലിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പേരെങ്കിലും മിനിമം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ 350 കൊടുത്ത് IDBNBയിൽ കയറുക. ഞാൻ പറഞ്ഞ പുതിയ ബിസിനസ് ഞാൻ BDP ഇറക്കുന്നില്ല. കാരണം പല വ്യക്തികളും നെഗറ്റീവ് പറയുന്നതുകൊണ്ട്. അതിൽ 5000 രൂപയാണ് ഇന്ത്യൻ മണി. അതിൽ $58 USDT TRC20 $58 നിക്ഷേപിക്കേണ്ടത്. അതിന് ഏകദേശം ഇന്ത്യൻ മണി 5000 രൂപ വരും. 3-4 പേരെ റെഫർ ചെയ്യാം. അതിന് മുകളിൽ എത്ര പേരെ വേണം റെഫർ ചെയ്യാം. അതനുസരിച്ച് നല്ല വരുമാനമാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ജനുവരി 15 വരെ IDBNBയിൽ അപ്ഗ്രേഡേഷൻ നടക്കുകയാണ്. 2.0 വേർഷനിലേക്ക് മൈഗ്രേഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞ് കമ്പനിയുടെ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇറക്കും. അപ്പോൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.